ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു മുട്ട പപ്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. പിന്നീട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഓണിയൻ ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് നമുക്കൊരു ബ്രൗൺ കളർ ആകുന്നവരെ സോട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഞാനിപ്പോൾ കരിയാപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇത്ര ആഡ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കെച്ചപ്പ് ആഡ് ചെയ്യാം. ഇത് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ഒരു റോസ്റ്റ് പരുവത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കേണ്ടത്. ഇനി ഒരു 1 ടീസ്പൂൺ സോൾട്ട് കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. ഗ്രേവി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി പഫ് ഷീറ്റ്സ് ഇത് നമുക്ക് ഓൾറെഡി മേടിക്കാൻ കിട്ടും. അത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനൊരു 6 പപ്സാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കട്ട് ചെയ്തു. ഇപ്പോൾ മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗ്രേവി ഇടാം. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷേപ്പിൽ നമുക്ക് ഇത് സെറ്റാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് റെഡിയാക്കുന്നത്. ഇങ്ങനെ ഓരോന്നായിട്ട് റെഡിയാക്കി ഇനി നമുക്ക് വേറൊരു ട്രേയിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഞാനൊരു പൊട്ടിച്ച മുട്ട ഇതിന് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന അവനിലേക്ക് മാറ്റിയെടുക്കാം. ഞാനൊരു 180 ഡിഗ്രിയിലാണ് വെക്കുന്നത്. ഒരു 30 മിനിറ്റ്സോളം വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ ആയി വരുന്നുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ഒത്തിരി ടൈം ഒന്നും എടുക്കത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിലുണ്ടാക്കി നോക്കാം. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.